കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആധുനിക യുഗമാണ്. ഉയർച്ചകൾ ഉണ്ടാവും തോറും നഷ്ടപ്പെടലുകൾ ഉണ്ടാവുമോ, എന്താ നഷ്ടപ്പെടുന്നത്, എല്ലാം എനിക്ക് വേണം ചിന്തിക്കുന്ന ഒരുപക്ഷെ ആൾക്കാരുടെ ലോകത്താണ് നമ്മളും ജീവിക്കുന്നത്. നമുക്ക് ശത്രുക്കള് എല്ലാവർക്കും ഉണ്ട്, ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഓരോ പുരാണ കഥകൾ നമ്മൾ എടുത്താലും ഇതിഹാസങ്ങൾ എടുത്താലും എല്ലാ ദേവനുണ്ടെങ്കിൽ അസുരനുമുണ്ട് എന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഗുണമുണ്ടെങ്കിൽ ദോഷവുമുണ്ട്. അപ്പൊ ശത്രുക്കള് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. മിക്കവർക്കും ശത്രു വിഷയമുണ്ട്. അപ്പൊ ഇനി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷം എടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ ശത്രുദോഷം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരാൾക്ക് നല്ല ഒരു സമയമാണെങ്കിൽ ഒരു ജ്യോതിഷനെ കാണാൻ പോലും തോന്നുള്ളൂ, എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാനും ഒക്കെ നമുക്ക് തോന്നത്തുള്ളൂ. നമുക്ക് ശത്രുദോഷം കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഗുണപ്പെടത്തില്ല. നമ്മുടെ ഇന്നത്തെ വിഷയം എത്ര വലിയ ശത്രുവിനെ നാവടക്കി കൂടെ നിർത്താനായിട്ടുള്ള കാര്യങ്ങളാണ്. ചില ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തായിരിക്കും, ചില ശത്രുക്കൾ സുഹൃത്തുക്കളായിരിക്കും, ചില ശത്രുക്കൾ ബന്ധുക്കളായിരിക്കും, ചിലരെ കൂടെ നിർത്തേണ്ടതായിട്ട് വരും, ചിലരെ നമുക്ക് ദോഷമില്ലാത്ത രീതി നിർത്തേണ്ടതായിട്ട് വരും. അതിനൊക്കെ ഒരുപാട് മാന്ത്രികക്രിയകളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മുടെ വസ്തുവിന്റെ ഈ ആളുടെ വസ്തുവിന്റെ മുമ്പിൽ നിന്നും ഒരു 3 പിടി മണ്ണ്, ഈ ആള് ചവിട്ടിയ ഒരു പിടി മണ്ണ്, ഈ ആറ് കൂടുതലാണ് നിൽക്കേണ്ടത് ആ ആളുടെ ഒരു പിടി മണ്ണ്, ശത്രുവിന്റെ ഒരു പിടി മണ്ണ്, ഇത്രയും എടുത്ത് നമുക്ക് അടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തില് ആ മണ്ണ് കൈപ്പിടിച്ച് ക്ഷേത്രത്തിൽ 21 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം. ചുറ്റമ്പലത്തിലായിക്കോട്ടെ, കുഴപ്പമില്ല. പ്രദക്ഷിണം വെച്ച് അവിടെ ഉള്ള ഏതെങ്കിലും ഒന്നുകിൽ തെങ്ങാവാം, ഇല്ലെങ്കിൽ കവുങ്ങാവാം, ഇല്ലെങ്കിൽ പ്ലാവാകാം, ഇല്ലെങ്കിൽ ഇലഞ്ഞി, അതുപോലെ ആല്, മാവ്, അങ്ങനെയുള്ള ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിൽ അത് ഒഴിഞ്ഞിട്ട് 7 ചൊവ്വാഴ്ച മുട്ടറക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഉള്ള ക്ഷേത്രങ്ങളിൽ വേണം ചെയ്യാനായിട്ട്. 2 നാളികേരം, ഒരു വെറ്റ, പാക്ക്, 11 രൂപ, ഒരു ചെറുനാരങ്ങായ, പുഷ്പം, ഇതെല്ലാം കൊടുത്ത് ഒരു ദക്ഷിണ ഭഗവതിക്ക് സമർപ്പിച്ച് ഒരു നാളികേരം അകത്തേക്ക് എടുക്കും. ഒരു നാളികേരം നമുക്ക് പൂജിച്ച് ഇന്നാവക തലച്ച് അതിന് മുകളിൽ കർപ്പൂരം കത്തിച്ച് വെച്ച് തരും. അത് നമുക്ക് അമ്പലത്തിന് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അവിടെ ഉള്ള ഏതെങ്കിലും ഒരു നല്ല കല്ലില് ഉടയ്ക്കുക. ഈ മുട്ടറക്കലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉടയ്ക്കാൻ പ്രത്യേകം സ്ഥലം കാണും, ഇല്ലെങ്കിൽ ഗണപതി കണ്ടാലും ഉടക്കിയ പതിവുണ്ട്. അങ്ങനെ ചെയ്യാം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഒരു പുരുഷരൂപം. ശത്രു നമ്മൾ പുരുഷനാണ് പുരുഷൻ, ശത്രു പുരുഷനാണ് പുരുഷപ്രതിമ, അല്ലെങ്കിൽ സ്ത്രീയാണ് സ്ത്രീ പ്രതിമ പൂജക്കടയിൽ നിന്ന് വാങ്ങിക്കുക. രണ്ടും നമുക്ക് വായ്ഭാഗം, പ്രതിമയുടെ ആ വായ്ഭാഗം വെളുത്ത നൂല് വെച്ച് കെട്ടണം. എന്നിട്ട് ഒരു പ്രതിമയുടെ കെട്ടണം, ഒരു പ്രതിമയുടെ കെട്ടാതെ വെക്കണം. കെട്ടാതെ വരുന്ന പ്രതിമ നമ്മളായിട്ട് സങ്കല്പിക്കുക, കെട്ടിയ പ്രതിമ ശത്രുവായിട്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ട് മമ ശത്രു നാവടക്കി, കണ്ണടക്കി, കൈയടക്കി, വശമായിരിക്ക സ്വഹ എന്ന് പറഞ്ഞ ഈ മലമന്ത്രവാദത്തിന്റെ ഒരു മന്ത്രമാണിത്. ഇത് കൈപിടിച്ച് ജപിക്കണം. 41 ദിവസം ജപിച്ച ശേഷം ഈ 2 പ്രതിമകളും അടുത്തുള്ള ശിവക്ഷേത്രത്തില് വഞ്ചിയിൽ സമർപ്പിക്കാം. വെള്ളിയാണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവർ ആ പ്രതിമ എടുത്തോളൂ, ഇല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിൽ ഒഴിക്കാലും മതി. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു തേങ്ങ എടുക്കുക. തേങ്ങ എടുത്തിട്ട് നമ്മുടെ ശത്രുവാണ് എന്ന് സങ്കല്പിച്ചിട്ട് ആ തേങ്ങയിൽ ആളുടെ പേര്, നാളറിയാമെങ്കിൽ നാള് എഴുതുക. എഴുതിയ ശേഷം ഇതില് വെള്ളത്തിൽ ഇട്ട് ഒരു 3 ദിവസം ഈ തേങ്ങ വെച്ചേക്കുക. തേങ്ങ വെച്ച ശേഷം അന്നേരം മാറ്റി വെച്ചേക്കുക. മാറ്റി കുറച്ച് കിളിപ്പ് വരും. കിളിപ്പ് വന്ന ശേഷം ഇത് പൊതിക്കണം. പൊതിച്ച് ഇതില് ഈ പൊങ്ങ് പോലെ സാധനം കാണും, അത് മുറിച്ച് വശ്യഗണപതി മന്ത്രം എന്ന് പറഞ്ഞ ഗണപതി മന്ത്രമുണ്ട്. അത് ഉപാസനയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നെറ്റിലൊക്കെ നോക്കി അറിയാൻ പറ്റും. അത് ജപിച്ച് ആള് വശ്യമായിട്ടിരിക്കണം. ആ ആള് നമുക്ക് എതിരായിട്ട് വരരുതെന്ന രീതിയിൽ പ്രാർത്ഥിച്ച്
ഹോമൂണ്ടം കൂട്ടാൻ പറ്റും ഹോമൂണ്ടം കൂട്ടുക, ഇല്ലെങ്കിൽ സാധാരണ ശുദ്ധമായിട്ട് ഇവിടെ തീ കൂട്ടിയിട്ട് അതിനകത്ത് അത് കൃത്യമായിട്ട് 27 പീസാക്കിയിട്ട് അത് 27 ശർക്കര കൂട്ടിയത് ഹോമിക്കുക. ഈ ഗണപതി മന്ത്രം ചൊല്ലി ഇയാളുടെ പേര് നാളുമൊക്കെ മനസ്സ് വിചാരിച്ച്. അപ്പൊ അങ്ങനെ ഈ 2-3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ശത്രുവിനെ നാവടക്കി നമ്മുടെ കൂടെ നിർത്താൻ പറ്റും. ഇതൊക്കെ ചെയ്തതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ശത്രു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കി വിളിച്ചപേക്ഷയായാലും ജീവനാദോഷമായാലും ഒക്കെ നോക്കി അത് ആവാഹിച്ച് മാറ്റണം. മാറ്റിയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഫലവത്തായിട്ട് വരത്തുള്ളൂ. എത്ര വലിയ ശത്രുവായാലും നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി. ശത്രുവിനെ നമുക്ക് വരുതിയിലാക്കാം, വായടക്കി നമ്മളിവിടെ നിർത്തുകയും ചെയ്യാം. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.